Wayanad, a tranquil paradise where vibrant biodiversity meets timeless traditions. Here, every sunrise paints a new story, and every trail leads to a hidden wonder. Welcome to Wayanad, a land of enchanting beauty and boundless mystery, where every corner reveals a chapter of our shared heritage and the promise of a sustainable future. ചെറുപ്പത്തിൽ മുതലേ ആദിവാസികളെ കുറച്ച് കാട്ടു പോകും തേനെടുക്കാനൊക്കെ. തേനെടുത്ത് കാട്ടിനുള്ളിൽ തന്നെ നമ്മൾ 2 ദിവസം 3 ദിവസമൊക്കെ പാറപ്പത്തിലൊക്കെ കൂടും. തീക്കിട്ടിട്ട് കൂടിയിട്ട് വരും. അപ്പോൾ ആനകൂലിയൊക്കെ ഉണ്ടാവും. എന്നാലും നമുക്ക് വെളിയില്ലാതെ കാട്ടിനുള്ളിൽ തന്നെ നിൽക്കും. We, a group of content creators from Wayanad, set out to explore our homeland, driven by questions about tourism's impact. With recent severe monsoons and concerns about tourism's effects, we wondered, is tourism a blessing or a curse? While some projects in vulnerable areas pose risks, others, like the Tollayiram Kandi Eco Park, might be vital for local economies. Our mission was to investigate whether tourism truly benefited our community and if places like Tollayiram Kandi Eco Park were positive forces or just another piece of the puzzle. Our journey led us to Tollayiram Kandi Eco Park, a stunning sanctuary in Wayanad. The park's beauty was striking, emerald hills and sapphire skies, but our focus was on understanding the park's impact. We spoke with the park's owner about its origins and commitment to sustainable tourism. തൊള്ളായിരം കണ്ടി ഏതാണ്ട് 1970 കാലഘട്ടങ്ങളിലാണ് ഇവിടെ ഒരു പ്ലാന്റേഷനായിട്ട് ഉണ്ടാകുന്നത്. തൊള്ളായിരം കണ്ടിയിൽ വരുന്ന യുവജനങ്ങൾ, ഒന്ന് ഓഫ് റോഡുണ്ട്, ബൈക്കുണ്ട്. അപ്പോൾ ബൈക്കിൽ വരുന്ന ജനങ്ങളാണ് 900 ഏക്കറിനെ 900 കണ്ടി എന്ന നാമധേയം ചെയ്യുകയും, എന്നാൽ അത് അന്വർത്ഥമാകുന്ന വളരെ നല്ലൊരു പേരായിട്ട് പിന്നീട് ലോകപ്രശസ്തമാവുകയും ചെയ്തു. ഇത് വളരെ യുണീക്കായിട്ടുള്ളൊരു പ്രദേശമാണ്. ഇപ്പോഴിവിടെ അൺഐഡൻറ്റിഫൈഡ് പ്ലാന്റ്സ് ഉണ്ട്, ഓർക്കിഡ്സ് ഉണ്ട്, ആംഫീബിയൻസ് ഉണ്ട്. അപ്പം അങ്ങനെ പല തരത്തിൽപ്പെട്ട പക്ഷിമൃഗാദികളും ഇവിടെയുണ്ട്. ഇന്ത്യയിലുള്ളതിൽ ഫസ്റ്റ് ഗ്ലാസ് ബ്രിഡ്ജ്, പബ്ലിക്കിന് വേണ്ടിയുള്ള ഫസ്റ്റ് ഗ്ലാസ് ബ്രിഡ്ജ് തൊള്ളായിരം കണ്ടിയിലാണ് വന്നിരിക്കുന്നത്. ഇന്നും അത് ജനങ്ങൾ അതിനെ ആസ്വദിക്കുകയും ചെമ്പ്രാമലയും അരുണമലയും കാഴ്ചകൾ കാണാൻ ഇത്രയും നല്ലൊരു വ്യൂ പോയിന്റ് വേറെയില്ല. We found that the park had significantly boosted the local economy. The influx of visitors increased demand for local goods and services, benefiting tea shops, transportation services, and artisans. Local businesses thrived, creating jobs and generating economic growth. ടൂറിസം വന്നതോടുകൂടിയാണ് ഇവിടെ ഏകദേശം, അതായത് നമുക്ക് മേപ്പാടി ടൗൺ കഴിഞ്ഞാൽ ഏകദേശം ഒരു വീടുകളിൽ നിന്ന് ഒരാളെങ്കിലും ടൂറിസവുമായി ബന്ധപ്പെട്ട് ഇവിടെ കഴിയുന്നുണ്ട്. വരുമാനം ചെറുപ്പം തൊട്ടേ ഡ്രൈവിംഗ് തന്നെയാണ്. പിന്നെ ഇവിടെ മെയിൻ തൊള്ളായിരം കണ്ടി നല്ല ഇതാണ് ഇപ്പോൾ ജീപ്പ് എടുത്ത് ഓടുന്നത്. പിന്നെ ഇവിടെ ഒരുപാട് ഡ്രൈവർമാരുണ്ട്, 100-150 ഡ്രൈവർമാർ ഇതായിട്ട് ജീവിതം കഴിഞ്ഞു പോകുന്നുണ്ട്. പിന്നെ ടൂറിസ്റ്റ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം വരുന്നതുകൊണ്ട് നമ്മൾ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഈ ഭാഗത്ത് ഒരുപാട് ആളുകൾക്ക് ഒരു ജീവന മാർഗമാണ്. കാരണം കച്ചവടക്കാരും പിന്നെ കച്ചവടക്കാരാണ് റോഡ് സൈഡ് അവിടെ മേപ്പാടി മുതൽ മൊത്തം ആൾക്കാർ അതിൽ ജീവിച്ചു പോകുന്നുണ്ട്. അച്ഛനാണ് തുടങ്ങി വെച്ചത്. പിന്നെ ഇവിടുത്തെ നാട്ടുകാരും അതേപോലെ തന്നെ വഴിപോക്കരും കാര്യങ്ങളൊക്കെ ബേസ് ആക്കിയിട്ട് ഒരു ചെറിയൊരു ചായക്കട വെച്ച് തുടങ്ങിയതാണ്. ആ ടൈമിൽ ഇവിടെ സൂചിപ്പാറുണ്ട്, പക്ഷെ അത്ര വലിയ ക്രൗഡും കാര്യങ്ങളൊന്നുമില്ല, ഒരു നോർമൽ ക്രൗഡ്. പിന്നെ ഇവിടെ ആദ്യം 1-2 ഈ തൊള്ളായിരം കണ്ടി എന്നുള്ള ഒരു ബേസ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ 1-2 റിസോർട്ടുകാർ വന്നിട്ട് അവർക്ക് മുകളിലേക്ക് പോകാനുള്ള വണ്ടിയും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലം തരുമെന്നുള്ളത് ചോദിച്ച ടൈമിൽ അച്ഛൻ ഓക്കെയെന്ന് വന്നു. ആ ടൈമിൽ ഒരു വണ്ടിക്ക് 50 രൂപ എന്നുള്ള നിരക്കിന് 24 hours നോക്കുന്നതിന് വേണ്ടിയിട്ട് അച്ഛനൊരു ചാർജും വാങ്ങി. അത് ഈ കച്ചവടത്തിൻ്റെ ഒപ്പം ആ ഒരു പൈസയും കൂടെ കിട്ടാൻ തുടങ്ങിയപ്പോൾ അത് വീട്ടിലേക്കുള്ള ബാക്കിയുള്ള ഉപജീവനത്തിനൊക്കെ ഭയങ്കര നല്ലൊരു കാര്യമാണ്.
park's dedication to sustainability was impressive. Untouched roads, locally sourced materials, and eco-friendly designs reflected a strong commitment to environmental preservation. We saw how Tolairam Kanti balanced tourism with environmental care. The park's efforts to protect indigenous plants also highlighted its role in conserving local botanical heritage. നമുക്ക് തൊള്ളായിരം എക്കോ പാർക്ക് എന്ന് പറഞ്ഞൊരു പാർക്ക് നമ്മളിവിടെ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ നേറ്റീവായിട്ടുള്ള ട്രീസ് അതുപോലെ ഇവിടുത്തെ എക്കോസിസ്റ്റത്തിനെ ഒരു രീതിയിലും അഫക്റ്റ് ചെയ്യരുത് എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പാർക്ക് റണ്ണിങ്ങിൻ്റെ സമയത്താണെങ്കിലും പ്ലാസ്റ്റിക് ബോട്ടിൽസ് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മളിവിടെ സെയിൽ ചെയ്യാൻ അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവരാൻ നമ്മൾ സമ്മതിക്കാറില്ല. അതിനൊരു ആൾട്ടർനേറ്റീവ് എന്നുള്ള രീതിയിൽ നമ്മളിവിടെ ഫിൽട്ടർ വെച്ചിട്ട് ആൾക്കാർക്ക് നമ്മൾ ഇവിടെ കുടിവെള്ളം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Tolairam Kanti also plays a role in preserving and celebrating tribal heritage. We enjoyed traditional tribal cuisine and experienced how the park integrated cultural practices into its operations, creating a space for cultural exchange and preserving traditions. ഇവരുടേതായിട്ടുള്ള വർക്കേഴ്സ് നമുക്കിവിടെ ഒരുപാട് പേരുണ്ട്. നമുക്കിവിടെ ഓരോ ആക്ടിവിറ്റീസിലായിട്ടും അതുപോലെ തന്നെ ഇപ്പം കിച്ചൺ അല്ലെങ്കിൽ പുറത്തൊരു പ്ലാന്റേഷനിൽ അങ്ങനെ ഒരുപാട് ആൾക്കാർ നമുക്കിവിടെ ഉണ്ട്. ഇത് മാത്രമല്ലാണ്ട് ഇവിടെ ജീപ്പ് ഓടിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിൽ ട്രൈബ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ ഇവരെല്ലാം ഈ ഒരു തൊള്ളായിരം എക്കോ പാർക്ക് സ്ഥാപനം വന്നതിന് ശേഷം അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. അവരുടെ ലൈഫ് സ്റ്റൈലിലായാലും സ്പെൻഡിങ് കപ്പാസിറ്റി അങ്ങനത്തെ എല്ലാ കാര്യങ്ങളിലും. അപ്പം അത് ഇവരുടെ മാത്രമല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോക്കൽ എക്കണോമിയിൽ വരെ അതിൻ്റെ ഒരു നല്ലൊരു ചേഞ്ച് നമുക്ക് കാണാം. പിന്നെ ഗ്ലാസ്സിലേക്ക് വന്ന് ഒരുപാട് ജനങ്ങൾ യുവലിറ്റി അതുപോലെ തന്നെ റിസോർട്ട് ഒരുപാട് കൂട്ടുകാരുണ്ട്. അവർക്ക് അരി ദിവസം ജോലിക്ക് പോയിട്ട് അരി വാങ്ങുന്ന വ്യവസ്ഥയാണ് നമ്മളെല്ലാം. ഇത്രയും ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലത്ത് ഇത്രയും റെസ്റ്റോറൻറ്റ്സ് വരാൻ കാരണം തന്നെ കൂടുതൽ ടൂറിസ്റ്റുകൾ ഈ ഒരു ഭാഗത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. As our visit ended, we reflected on what we learned. The answers to our questions were embodied in the stories and smiles of the people we met. എല്ലാവരുടെ മൈൻഡിലും ഒരു പേടി ഉണ്ടാവും. ഇപ്പോൾ വയനാട് എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഈ ചൂരൽമല ഭാഗം എന്ന് പറഞ്ഞാലും എല്ലായിടത്തും ഈ ഡിസാസ്റ്റർ സംഭവിച്ചിട്ട് മൊത്തത്തിൽ നാശമായി കിടക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റായിരിക്കും ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാവുക. പക്ഷേ അത് ഒരു ഒന്നോ രണ്ടോ ചെറിയ പ്രദേശങ്ങളിൽ മാത്രമേ ഇത് പറ്റിയിട്ടുള്ളൂ. അത് ഈ പറയുന്ന തൊള്ളായിരം കണ്ടിക്കായാലും അതേപോലെ തന്നെ ബാക്കിയുള്ള ഇവിടുത്തെ ടൂറിസം സ്പോട്ടുകൾക്കൊന്നും ഈ സംഭവം ബാധിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ധൈര്യമായിട്ട് വരാം. ഇവിടെ ഓപ്പണായ സ്ഥലങ്ങളിൽ സിമ്പിളായി എക്സ്പ്ലോർ ചെയ്യാം. ഫോട്ടോസ് എടുത്തും കാര്യങ്ങളായിട്ട് ചില്ലായിട്ട് അടിച്ചു കുറിച്ച് പോകാം. വയനാട് എന്താണ് എന്നറിയണമെങ്കിൽ നമ്മൾ തൊള്ളായിരം കണ്ടിയിൽ വരണം. നമ്മളെ നാടിനെ ഇഷ്ടപ്പെട്ടു പോവാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൾക്കാരുമാണ് ഇവിടെ ഉള്ളവർ. കാരണം എന്തായാലും അവർക്ക് ഇഷ്ടപ്പെട്ടു പോകും ഇവിടെ. Tolairam Kanti Eco Park stood out as a beacon of hope, showing that responsible tourism can uplift communities, preserve cultural heritage, and protect the environment. Our journey, filled with initial uncertainty, concluded with renewed optimism about the positive impact of tourism.